യോ ഗൈസ്, ഇന്ന് എൻ്റെ ഹാപ്പി ബർത്ത്ഡേ ആയിട്ട് എന്താ പരിപാടി എന്നല്ലേ നിങ്ങൾ ചോദിക്കുന്നത്. പരിപാടി എന്തെന്ന് പറയുന്നതിന് മുമ്പേ 2 വർഷം മുമ്പ് ഞാൻ ആഗ്രഹിച്ച പോലെ എനിക്ക് സെയിൽസ്മാനായിട്ട് വർക്ക് ചെയ്യാനും അതാണ് ഒരു ബിസിനസ് മാൻ ആവാനും പറ്റിയത് വലിയൊരു ഭാഗ്യമെന്ന് ഞാൻ വിചാരിക്കുന്നു. ആസ് എ മൈസെൽഫ്. സോ അവിടുന്ന് ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഞാൻ പോസ്റ്റർ ഒട്ടിക്ക് 500 രൂപയ്ക്ക് പോസ്റ്റർ ഒട്ടിക്കാൻ ഞാൻ കൃഷിയിൽ പോവുകയും അതിനോടൊപ്പം ഞാൻ പഠിക്കുന്ന ഡിഗ്രിയുടെ ഹോട്ടൽ ട്രെയിനിങ് വിസിറ്റിൽ പോയി പങ്കെടുക്കാൻ പറ്റിയതും 2 മാസം കഷ്ടപ്പെട്ടുണ്ടാക്കിയ ശമ്പളം വെറുതെ പോവുകയും പിന്നെ ഉണ്ടാക്കിയ പൈസ എല്ലാം മച്ചന്മാർക്ക് അടിച്ചു പൊളിക്കാൻ കൊടുത്തതും എല്ലാം ഞാൻ എൻ്റെ ഒരു ഭാഗ്യമായിട്ട് കരുതുന്നു. പിന്നെ അതിനോടൊപ്പം പഠിച്ച പരീക്ഷ പേപ്പേഴ്സ് എല്ലാം പൊട്ടുകയും എന്നെ സപ്പോർട്ട് ചെയ്ത അൻസാറിനും വീഴുമ്പോഴും എന്നെ പിടിച്ചു കയറ്റാനും എന്നെ രക്ഷിക്കാനും ഉണ്ടായിരുന്ന എൻ്റെ AR തീക്ക ഞാൻ ഈ നിമിഷത്തിൽ ഞാൻ ഓർക്കുന്നു. കാരണം ഞാൻ ഓരോ നിമിഷങ്ങളിലും ഡൗൺ ആയി പോകുന്ന സമയത്ത് എന്നെ കൈകൊണ്ട് പിടിച്ച് ഇങ്ങനെ കയറ്റിയ ആളാണ് നമ്മുടെ AR തീക്ക. സോ ഇന്നത്തെ ബർത്ത്ഡേ എക്സ്പെക്റ്റേഷൻ എന്തെന്ന് വെച്ചാൽ ഞാൻ ബർത്ത്ഡേ ഒന്നും അങ്ങനെ വലുതായിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരാളല്ല. എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ്. ഇന്ന് നമ്മളിതാ ഇവിടെ വർക്കല പഴയതിലുള്ള മിഷൻ ആശുപത്രിയുടെ മുമ്പിൽ നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ ഇന്ന് ഗൈസ് ബ്ലഡ് കൊടുക്കാൻ വേണ്ടി പോവുകയാണ്. ഫൈനലി ബ്ലഡ് കൊടുക്കാൻ വേണ്ടി ഇത് അകത്തോട്ട് കയറിയാണ്. ക്യാമറ എങ്ങനെ ഗൈസ്, ഇന്നലെ ബർത്ത്ഡേ ആയിട്ട് ഞാൻ ഇവിടെ വന്ന് ഇങ്ങനെ ബ്ലഡ് കൊടുക്കുന്ന ഒരിക്കലും നിങ്ങൾക്ക് കിട്ടാൻ റീച്ചും കാര്യങ്ങൾക്കും വേണ്ടിയല്ല, പബ്ലിസിറ്റിക്കും വേണ്ടിയല്ല. അത് നന്നാൽ എല്ലാ വർഷവും ഞാൻ സ്ഥിരമായി ചെയ്യുന്ന ഒരു തുടർന്ന് പോകുന്ന ഒരു പരിപാടിയാണ്. അപ്പം നമ്മൾ കഴിയുന്നത് മറ്റുള്ളവരെ സഹായിക്കാൻ നോക്കുക. ഡൊണേറ്റ് ബ്ലഡ് ആൻഡ് സേവ് അതേഴ്സ് ലൈഫ്. ഓക്കെ, ബിസ്ക്കറ്റും ജ്യൂസ് എന്തായാലും ഞാൻ ഹാപ്പിയാണ്. ടോട്ടലി വെർത്താണ് മൊത്തത്തിൽ ഇന്ന്. എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും എനിക്കൊരു കാര്യം മാത്രമേ പറയാനുള്ളൂ. നമ്മളൊരിക്കലും പണത്തിനെ തേടി പോകരുത്. പണം ഇന്ന് വരും, നാളെ പോവും. ലോയാലിറ്റിയും കൈൻഡ്നെസ്സും എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. പണം വേണം, ജീവിക്കാൻ പണം വേണം. പക്ഷെ ലോയാലിറ്റിയും കൈൻഡ്നെസ്സും എന്ന് പറഞ്ഞ സംഭവങ്ങൾ മനസ്സിലാക്കി അതിനോടൊപ്പം ചെയ്യണം. മനസ്സിലായ പിന്നെ പേടിയുള്ളൊരു സംഭവമാണ് മറ്റുള്ളവർക്ക് ബ്ലഡ് കൊടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ചത്തുപോകും. അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മറ്റുള്ളവർക്ക് ബ്ലഡ് കൊടുത്താലാണ് നമ്മൾ കൂടുതൽ ജീവിച്ചിരിക്കുന്നത്. അതെങ്ങൾക്കറിയോ? ചെയ്ത് വന്നപ്പോഴത്താ ഇവിടുന്ന് സർട്ടിഫിക്കറ്റ് കിട്ടി, ബ്ലഡ് സർട്ടിഫിക്കറ്റ്. ആദ്യമായിട്ട് എൻ്റെ ലൈഫിലൊരു സർട്ടിഫിക്കറ്റ് ഇങ്ങനെ